ഹലോ ഓൾ, ഇത് ഞാൻ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഫിഗർ സീരീസ്. അപ്പോൾ യൂഷ്വലി നമുക്കറിയാം ഫിഗർ സീരീസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മുടെ ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. ബട്ട് നിങ്ങൾ അത് ടൈം കൺസ്യൂമിംഗ് ആണെന്നത് ഈ വീഡിയോ കാണുന്നത് വരെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ആഫ്റ്റർ ദിസ് യു കാൻ സോൾവ് ദിസ് ഇൻ 10 or I would say 5 seconds. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫിഗർ സീരീസ്? നമുക്ക് ഓൾറെഡി അറിയാം വാട്ട് ആർ ലെറ്റർ സീരീസ്. ലെറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ലോജിക്കലി കണക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്പേഴ്സ് സീരീസ് എടുത്താലും നമ്പേഴ്സ് തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫിഗർ സീരീസിലും ഫിഗേഴ്സ് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവണം. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടൈപ്പിൽ 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും. 5ാമത്തെ ഫിഗർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഒരുപാട് ടൈം എടുത്തിട്ടാണ് മിക്ക ആൾക്കാർ ഇത് ചെയ്യാറ്. ബട്ട് ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പം നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ൽ നിന്ന് 3ലോട്ടുള്ള ചേഞ്ച് എന്താണ് എന്ന് മാത്രം നോക്കുക. സി, ഇവിടുത്തെ 2ാമത്തെ ഫിഗർ നിന്നുകൊണ്ട് 3ാമത്തെ ഫിഗറിലോട്ട് വരുമ്പോൾ എലമെന്റ്സിന് വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരുപാട് അധികം എലമെന്റ്സ് ഉണ്ടാവും. ബട്ട് നമുക്ക് വേണ്ട 1 or 2 നോക്കിയാൽ തന്നെ, മേ ബി 1 നോക്കിയാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? 2ൽ നിന്ന് 3ലോട്ട് എന്ത് ചേഞ്ച് ആണ് എലമെന്റ്സിന് ഉണ്ടായി നോക്കുക. ആ സെയിം ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം? 4ാമത്തെ ഫിഗറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഫിഗർ, അതായത് 5ാമത്തെ ഫിഗർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇനി സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താവും? സ്ട്രോങ് ആവും. റൈറ്റ്? യെസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെലക്ട് ദ ഫിഗർ ഫ്രം ദ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ പാറ്റേൺ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ടൈപ്പാണ്. ഓഫ് കോഴ്സ് 4 ഫിഗർ തന്നിട്ടുണ്ട്. 5ാമത്തെ ഫിഗർ നമ്മൾ കണ്ടുപിടിക്കണം. ഹൗ ഡു വി ഡു ദിസ്? നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? 2ൽ നിന്ന് 3ലോട്ട് എന്ത് ചേഞ്ചസ് ആണ് എലമെന്റ്സിന് ഉണ്ടായി നോക്കുക. റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് എടുക്കാം. ദർ ഈസ് നോ സച്ച് റൂൾസ്. ഓക്കെ, ഇത് മാത്രം എടുക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ എടുക്കേണ്ടത് അതെടുക്കുക. ബാക്കി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, സി, ഇവിടെയുള്ള ട്രയാങ്കിൾ എങ്ങോട്ട് പോകുന്നുണ്ട്? ടോപ്പ് ലെഫ്റ്റിൽ പോകുന്നുണ്ട്. സി, നമുക്ക് മനസ്സിലായി, ട്രയാങ്കിൾ ടോപ്പ് ലെഫ്റ്റിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതേ ലൊക്കേഷനിലുള്ള നമ്മുടെ 4ാമത്തെ ഫിഗറിലുള്ളത് ആരാ? ഈ ആരോ ആണ്. റൈറ്റ്? പുള്ളി എങ്ങോട്ട് പോകണം? ടോപ്പ് ലെഫ്റ്റിൽ പോകണം. അപ്പൊ നമുക്ക് ടോപ്പ് ലെഫ്റ്റിൽ ആരോ ഉണ്ടാവണം. സി, ഓപ്ഷൻ 1 അല്ല, അതുപോലെ 4 അല്ല, 2 ആവാം, 3 ആവാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ 2 or 3 എടുക്കുക. തന്നിരിക്കുന്ന ഫിഗറിൽ 2 or 3 എടുത്തിട്ട് അതിന് ഡിഫറെന്റ് എലമെന്റ്സ് ആരാണ്, ആ എലമെന്റ് ഏത് രീതിയിലാണ് മാറിയത് എന്ന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു എലമെന്റ് നോക്കുക. ഇവിടെ ഡി ആണ്, നമ്മുടെ 3ൽ അത് എസ് ആണ്. സോ ആ ഒരു പൊസിഷനിൽ എലമെന്റ് ഏത് രീതിയിൽ ചേഞ്ച് ആയിട്ടാണ് വന്നത്, അതായത് 2ൽ നിന്ന് 3ലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ആയി നോക്കിയാൽ മതി. വെരി സിമ്പിൾ തിങ്. അപ്പൊ നോക്കുക, ഇവിടെയാണ് നമ്മുടെ എസ് ഉള്ളു. റൈറ്റ്? ആ എസ് എവിടെ നിന്നാണ് വന്നത്? സി, 2ൽ അതിൽ ടോപ്പ് ലെഫ്റ്റിലായിരുന്നു. സോ ടോപ്പ് ലെഫ്റ്റിൽ എസ് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ടോപ്പ് ലെഫ്റ്റിലെ ഡി ആയിരിക്കണം ഈ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടേണ്ടത്. എന്ന് പറയുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ 2, നോട്ട് 3. സി, ഞാൻ വളരെയധികം ഇങ്ങനെ ഫിഗേഴ്സ് ഒക്കെ വരച്ച് ആരോ ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ബട്ട് എക്സാമിൽ നമുക്ക് എന്തായാലും 5 സെക്കൻഡിനകത്തത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സോ ലെറ്റ് us have the next question. റൈറ്റ്? സോ അഗൈൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അഗൈൻ 2ാമത്തെ നിന്ന് 3ാമത്തെ ഫിഗറിലോട്ട് പോകുമ്പോൾ എന്ത് ചേഞ്ച് ആണെന്ന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. റൈറ്റ്? അപ്പോൾ നോക്കാം. യെസ്. സോ 2ാമത്തെ നിന്ന് 3ാമത്തിലോട്ട് പോകുമ്പോൾ ഏത് എലമെന്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്? സി, ഇഫ് യു ടേക്ക് ദിസ് 0, അത് മിഡിലായിരുന്നു, അതെവിടെ പോകുന്നുണ്ട്? ടോപ്പ് റൈറ്റിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4th വണ്ണിലുള്ള ഈ ഹാർട്ട് മിഡിലാണ്, അത് ടോപ്പ് റൈറ്റിലോട്ട് പോകണം. വിച്ച് മീൻസ് ഇവിടെ നമുക്ക് ഹാർട്ട് ആയിരിക്കണം. സോ ദിസ് കനോട്ട് ബി ദ ആൻസർ, ദിസ് കനോട്ട് ബി ദ ആൻസർ. ഇറ്റ് ക്യാൻ ബി 3 or 4 ആവാം. ഇനി നമ്മൾ 3rd one or 4th ഓപ്ഷൻസോ എടുത്തിട്ട് അതിലെ ഡിഫറെന്റ് എലമെന്റ് എങ്ങനെ വന്നു നോക്കിയാൽ മതി. എന്ന് പറയുമ്പോൾ സി, ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു എലമെന്റ് നോക്കുക, ഇവിടെ 3 ആണ്, ഇവിടെ എഫ് ആണ്. സോ ആ പൊസിഷനിലുള്ള എലമെന്റ് എങ്ങനെ വന്നു നോക്കിയാൽ പോരെ? സിമ്പിൾ തിങ്. അപ്പോൾ ആ പൊസിഷനിലുള്ള എലമെന്റ് ആരാ? ഈ ഹാർട്ട് ആണ്. റൈറ്റ്? ആ ഹാർട്ട് എവിടെ നിന്നാ വന്നേ? ഇവിടെ ബോട്ടം ലെഫ്റ്റിലാണ് ഹാർട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോട്ടം ലെഫ്റ്റിലുള്ള എഫ് ആയിരിക്കണം ആ പൊസിഷനിൽ വരേണ്ടത്. വിച്ച് മീൻസ് വാട്ട്? ഇവിടെ നമുക്ക് എഫ് ആയിരിക്കണം. സോ ഓഫ് കോഴ്സ് വാട്ട്? 3rd one ആവില്ല, 4th one would be the correct answer in this case. ഈസി അല്ലേ? റൈറ്റ്? സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. ലെറ്റ് us move to the next one. ഓക്കെ, സോ അഗൈൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2ാമത്തെ നിന്ന് 3ാമത്തേലോട്ട് പോകുമ്പോൾ എന്താണ് ചേഞ്ചസ് എലമെന്റ്സിന് നോക്കാം. സോ ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ ഡി ആണ്, അത് ഇവിടെ വരുമ്പോൾ എന്തായി? ടോപ്പ് റൈറ്റിലായി. വിച്ച് മീൻസ് ഈ ടോപ്പ് ലെഫ്റ്റിലുള്ള ഡി എന്താവണം?
ടോപ്പ് റൈറ്റിൽ ഡി ആവണം. സോ ഇതല്ല റൈറ്റ്. സോ രണ്ടാവാം, അഗൈൻ മൂന്നാവാം. ഇനി നമ്മൾ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷനിൽ ഡിഫറെന്റ് എലമെന്റ്സ് എവിടെയാണ് നോക്കാം. സി ഇവിടെ വി ആണ്, ഇവിടെ യു ആണ്. സോ മിഡിലുള്ള ആള് ഒന്നിൽ വിയും മറ്റേതിൽ യു ആണ്. സോ മിഡിൽ വന്ന ആൾക്ക് എന്താണ് ചേഞ്ച് നോക്കിയാൽ പോരെ, സിമ്പിൾ തിങ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ മിഡിലുള്ള സ്റ്റാർ നോ ചേഞ്ച് റൈറ്റ്, അഗൈൻ സ്റ്റാർ തന്നെ ആയി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള യു തന്നെ ആവണം, വിച്ച് മീൻസ് സെന്ററിൽ യു ആയിരിക്കണം, നോട്ട് ദ സെക്കൻഡ് വൺ. തേർഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്. അപ്പൊ നോക്കാം, അഗൈൻ സെക്കൻഡിന് തേർഡിലോട്ട് ചേഞ്ച് മാത്രം ഫോക്കസ് ചെയ്യുക. ഒരുപാട് ടൈം, അതായത് ഒരുപാട് എലമെന്റ്സിന് നോക്കി ഒന്നിന് രണ്ടിലോട്ട് എന്താ ചേഞ്ച് അങ്ങനെ നോക്കി ടൈം അല്ലേണ്ട ആവശ്യമില്ല. സെക്കൻഡിന് തേർഡിലോട്ട് നോക്കി എന്താണ് ഇവിടുത്തെ ചേഞ്ച് നോക്കാം. റൈറ്റ്, യെസ്. അപ്പൊ നമുക്ക് സെക്കൻഡിന് തേർഡിലോട്ട് പോകുമ്പോൾ സി ഇഫ് യു ടേക്ക് ഏത് എലമെന്റ്സ് വേണമെങ്കിലും എടുക്കാം. അഗൈൻ ഞാൻ 6 എടുത്തു. 6 എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ രണ്ടാമത് ടോപ്പിൽ രണ്ടാമത്തെ എലമെന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെഡ് ടോപ്പിൽ രണ്ടാമതായിരിക്കണം. റൈറ്റ്, ഓൾ റൈറ്റ്. ഇതല്ല അഗൈൻ രണ്ടാവാം, മൂന്നാവാം. ഇനി 2, 3 നമ്മുടെ തന്നിരിക്കുന്ന ഫിഗറിൽ ഐ മീൻ ഓപ്ഷൻസിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. സോ ഒന്നിൽ 6 ആണ് ടോപ്പ് റൈറ്റിൽ, മറ്റേത് 8 ആണ്. റൈറ്റ്. അപ്പൊ ടോപ്പ് റൈറ്റിലുള്ള എലമെന്റ് എങ്ങനെ ചേഞ്ച് ആയി നോക്കിയാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ഇവിടെയുള്ള സ്ക്വയർ ആണ് എങ്ങോട്ട് പോയത്, ടോപ്പ് റൈറ്റിലോട്ട് പോയത്, വിച്ച് മീൻസ് ഇവിടെയുള്ള 6 ടോപ്പ് റൈറ്റിലോട്ട് പോയേ പറ്റൂ, വിച്ച് അഗൈൻ ഗിവ്സ് us what, തേർഡ് വൺ അല്ല, സെക്കൻഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സിമ്പിൾ തിങ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഗൈൻ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 2 3 ചേഞ്ച് മാത്രമാണ്. സോ ഹിയർ നോക്കുക, 2 3 എന്താണ് ചേഞ്ച്. സോ ഇറ്റ്സ് വെരി ക്ലിയർ വാട്ട് എക്സ് സി രണ്ടും സെയിം ആണല്ലോ, ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ എസ് ആയല്ലേ പറ്റൂ. ഇതല്ല വാട്ട്, ഇതുമല്ല. അഗൈൻ 2 ആവാം, 3 ആവാം. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരാണ് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ് നോക്കാം. സി ഇവിടെ ഫസ്റ്റ് വൺ ഒ ആണ്, ഇവിടെ ഫസ്റ്റ് വൺ ക്യൂ ആണ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 2 3 വരുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ഉണ്ടായ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. റൈറ്റ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ ആരാ, 3 ആണ്. ആ 3 എവിടെന്നാ വന്നേ, ഇവിടെ സെക്കൻഡ് ആയിരുന്നു. സോ സെക്കൻഡ് എന്ന് ഫസ്റ്റിലോട്ട് വന്നു, വിച്ച് മീൻസ് ഇവിടെ സെക്കൻഡിലുള്ള ഓ എവിടെ വരണം, ഫസ്റ്റിലോട്ട് വരണം. സോ അഗൈൻ തേർഡ് വൺ അല്ല, സെക്കൻഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ അഗൈൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെക്കൻഡിന് തേർഡിലോട്ടുള്ള ചേഞ്ച് മാത്രമാണ്. റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ നിന്ന് മൂന്നാമത്തേലോട്ട് പോകുമ്പോൾ എന്താണ് എലമെന്റ്സിൽ വരുന്ന ചേഞ്ച്. സോ ഇവിടെ നോക്കുക, ഈ സെക്കൻഡ് എലമെന്റ് ആണ് ഇവിടെ എന്തായത്, തേർഡ് ആയത്, വിച്ച് മീൻസ് ഇവിടെയുള്ള സെക്കൻഡ് എഫ് എന്തായേ പറ്റൂ, ലാസ്റ്റ് ഐ മീൻ തേർഡ് ആവണം. ടോപ്പ് ലെയറിൽ തേർഡ് ആവണം. സോ ടോപ്പ് ലെയറിൽ തേർഡ് എഫ് ആയിട്ടുള്ളത് ആരാ, ഫസ്റ്റ് വൺ അല്ല, ഫോർത്ത് വൺ അല്ല, 2 ആവാം, 3 ആവാം. ഇനി 2ലും 3ലും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡിഫറെന്റ് എലമെന്റ്സിന് മാത്രം ഫോക്കസ് ചെയ്യാം, വിച്ച് മീൻസ് നോക്കുക, ഇവിടെ എ ആണ്, ഇവിടെ ഹാർട്ട് ആണ്. സോ ഫസ്റ്റ് എലമെന്റ് എങ്ങനെ വന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ഇവിടെ നമുക്ക് ബോട്ടം ലെഫ്റ്റിൽ എഫ് ആണ്, പുള്ളിയാണ് ഇവിടെ ടോപ്പ് ഐ മീൻ ലെഫ്റ്റിൽ ഐ മീൻ ഫസ്റ്റ് ആയിട്ട് വന്നത്, വിച്ച് മീൻസ് ഈ ഹാർട്ട് നമുക്ക് എവിടെ വരണം, ഫസ്റ്റ് ആയിട്ട് വരണം. ഓഫ് കോഴ്സ് വി ക്യാൻ ക്യാൻസൽ സെക്കൻഡ് വൺ, തേർഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. റൈറ്റ്. അഗൈൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇഫ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ കംസ്, നമ്മൾ ചെയ്യേണ്ടത് എന്താ, സെക്കൻഡിന് തേർഡിലോട്ട് ചെയ്യാം. പ്രോമിസ് 95% ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളത് എലമെന്റ്സിന്റെ റൊട്ടേഷനിലോ അബൌട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് ആ ബേസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 95% ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലേ. റൈറ്റ്. ഇനി നമ്മൾ സെക്കൻഡിന് തേർഡിലോട്ട് വരുമ്പോൾ അഗൈൻ ഏത് എലമെന്റ് ആണ് നമുക്ക് എടുക്കാം. സോ ഇവിടെ ഞാൻ ഇത് എടുക്കുകയാണ്, സ്റ്റാർ എടുക്കുകയാണ്. സോ ടോപ്പ് ലെഫ്റ്റിലുള്ള സ്റ്റാർ ഇവിടെ ടോപ്പ് റൈറ്റിൽ പോയി, വിച്ച് മീൻസ് ഇവിടെ ടോപ്പ് റൈറ്റിലുള്ള സ്റ്റാർ എന്തായിരിക്കണം, ഐ മീൻ ലെഫ്റ്റിലുള്ള സ്റ്റാർ എന്തായിരിക്കണം, ടോപ്പ് റൈറ്റിലോട്ട് പോകണം. സോ ഇതല്ല വാട്ട്, ഇതുമല്ല. സോ ഫസ്റ്റ് വൺ ആവാം, തേർഡ് വൺ ആവാം. ഇനി അതിൽ എലമെന്റ്സിന് എടുക്കാം. ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെ 6 ആണ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെഫ്റ്റിലുള്ള എലമെന്റ് ഏത് രീതിയിൽ വന്നു നോക്കിയാൽ മതി, ആണല്ലോ. അപ്പൊ ഇവിടെ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയ സ്ക്വയർ ഇവിടെ ടോപ്പ് ലെയറിൽ ഫസ്റ്റ് ആയി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയ 6 ഹാസ് ടു കം വാട്ട്, ഇവിടെ ടോപ്പ് ലെയറിൽ ഫസ്റ്റ് വരണം, വിച്ച് മീൻസ് വാട്ട്, തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സിമ്പിൾ അല്ലേ. അത്രേ ഉള്ളൂ നമ്മുടെ ഫിഗർ സീരീസ് അല്ലെങ്കിൽ നോൺ വെർബൽ സീരീസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല, ലെറ്റ് us move to the next one. ഓക്കെ, റൈറ്റ്. അപ്പോൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം. സോ എഗെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, 2 3 ചേഞ്ച് എന്താണ്. സോ ഇവിടെ നമുക്കറിയാം ടോപ്പ് ലെയറിൽ ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ എന്താവുന്നുണ്ട്, ടോപ്പ് ലെയറിൽ തേർഡ് എലമെന്റ് ആയിട്ട് മാറുന്നുണ്ട്, വിച്ച് ക്ലിയർലി മീൻസ് വാട്ട്, നമ്മുടെ ഇവിടെ ടോപ്പ് ലെയറിൽ ലാസ്റ്റിലുള്ള ടി ഹാസ് ടു കം വാട്ട്, തേർഡ്. റൈറ്റ്. ടോപ്പിൽ തേർഡ് എലമെന്റ് ആയിരിക്കണം, ടോപ്പ് ലെയറിൽ തേർഡ് എലമെന്റ് ആയിരിക്കണം. സോ നോക്കാം, ഇതല്ല, ഇറ്റ് ക്യാൻ ബി 3, ഇറ്റ് ക്യാൻ ബി വാട്ട് 4. ഇനി ഇതിൽ ആരായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് ഫസ്റ്റ് ലെയർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം സെയിം എലമെന്റ്സ് ആണ്. സോ അതിൽ നമ്മൾ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം നോക്കിയിട്ട് നോ യൂസ്. റൈറ്റ്.
യെസ് സെക്കൻഡ് ലെയർ എടുക്കാം, അതും എല്ലാം സെയിം എലമെന്റ്സ് ആണ്, സോ നോ യൂസ് അഗെയിൻ. അങ്ങനെ ലാസ്റ്റ് ലെയറിൽ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ലെയറിൽ ഇവിടെ 9 ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താ, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് തേർഡ് ലെയറിലുള്ള ഫസ്റ്റ് എലമെന്റ് എങ്ങനെ വന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ചേഞ്ച് ആയി എന്ന് ഫോക്കസ് ചെയ്താൽ മതി ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഒന്നുമില്ല, ജസ്റ്റ് 3 ഇവിടെ. അതുപോലെ തന്നെ തേർഡ് ലെയറിൽ ലാസ്റ്റ് ഉള്ള എലമെന്റ് അവിടെ തേർഡ് ലെയറിൽ ഫസ്റ്റ് വരുന്നുണ്ട്, വിച്ച് മീൻസ് ഈ 3 നമുക്ക് ഇവിടെ വരണം, ഇവിടെ വരണം, വിച്ച് ക്ലിയർലി മീൻസ് വാട്ട്, ഫോർത്ത് വൺ ഈസ് ദ റൈറ്റ് ആൻസർ, നോട്ട് ദ തേർഡ് വൺ. സിമ്പിൾ അല്ലേ, അത്രേ ഉള്ളൂ. റൈറ്റ്, സോ ലെറ്റ് us move to the next one. Again, സെക്കൻഡ് നിന്ന് തേർഡിലുള്ള ചേഞ്ച് മാത്രം ഫോക്കസ് ചെയ്യാം. യെസ്, അപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ ചേഞ്ച്? അപ്പോൾ നോക്കാം, ഇവിടെ സെക്കൻഡ് ലെയറുള്ള ഫസ്റ്റ് ട്രയാങ്കിൾ ഇവിടെ എന്താവുന്നുണ്ട്, സെക്കൻഡ് ലെയറിൽ സെക്കൻഡ് ട്രയാങ്കിൾ ആയി. ദാറ്റ് മീൻസ് സെക്കൻഡ് ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഫോർത്ത് നമ്മൾ സെയിം കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ടി ഇവിടുത്തെ ഫസ്റ്റ് ലെയറിലുള്ള ആടെ എവിടെ വരണം, സെക്കൻഡ്, റൈറ്റ്? സെക്കൻഡിലോട്ട് നമ്മുടെ ടി വരണം. സോ സെക്കൻഡിൽ ടി ഉള്ളത് ആരാ, ഓൺലി വൺ, റൈറ്റ്? യെസ്, സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. സി സംടൈംസ് നമുക്ക് ഒരൊറ്റ എലമെന്റ് നോക്കിയാൽ തന്നെ വിൽ ഗെറ്റ് ദ ഡയറക്റ്റ് ആൻസർ, ഐ വിച്ച് കറക്റ്റ് ആൻസർ. യെസ്, നമുക്ക് വെരിഫൈ ചെയ്യാം, ഇങ്ങനെയാണോ, നമുക്ക് വേറെ ഏതെങ്കിലും എലമെന്റ് എടുത്ത് നോക്കിയാലോ, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പിലുള്ള 3 ഇവിടെ എന്ത് വരുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ടോപ്പിലുള്ള 3 എങ്ങോട്ട് വരണം, താഴോട്ട് വരണം. അഗെയിൻ വാട്ട് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണ്, ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സോ ലെറ്റ് us move to the next one. Again, same kind of questions. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ടുള്ള ചേഞ്ച് അഗെയിൻ എന്താണ് നോക്കുക. വെരി സിമ്പിൾ തിങ്. അപ്പോൾ നോക്കുക, ഇവിടെ ബോട്ടം ലെഫ്റ്റിലുള്ള 2 എവിടെ വരുന്നുണ്ട്, ടോപ്പ് ലെഫ്റ്റിൽ വരുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചേഞ്ച് നോക്കാം. ബോട്ടം ലെഫ്റ്റിലുള്ള സി ഹാസ് ടു കം വാട്ട്, ടോപ്പ് ലെഫ്റ്റിൽ വരണം. സോ ടോപ്പ് ലെഫ്റ്റിൽ സി ആയിരിക്കണം, നോട്ട് ദിസ് വൺ, നോട്ട് ദിസ് വൺ. സി ഇറ്റ് ക്യാൻ ബി ഫസ്റ്റ് വൺ ഓർ ഇറ്റ് ക്യാൻ ബി തേർഡ് വൺ. ഇനി ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും എടുത്തിട്ട് അതിൽ ഏതാണ് എലമെന്റ് ഡിഫറെന്റ് ആയി നോക്കിയാൽ പോരെ, അത്രേ ഉള്ളൂ. സോ നമുക്ക് ഏത് എലമെന്റ്സ് വേണമെങ്കിലും എടുക്കാം. ബട്ട് ഇഫ് ഐ ടേക്ക് ദിസ്, ഓക്കെ, ഒന്നിൽ ഡി ആണ്, ഒന്നിൽ ട്രയാങ്കിൾ ആണ്. സോ ആ ഫസ്റ്റ് എലമെന്റ്, ലാസ്റ്റ് ലെയറിലുള്ള ഫസ്റ്റ് എലമെന്റ് ഏത് രീതിയിൽ വന്നു എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം ഈ ടോപ്പ് ലെഫ്റ്റിലുള്ള ട്രയാങ്കിൾ ആണ് ഇവിടെ ബോട്ടം ലെഫ്റ്റിൽ വന്നത്, വിച്ച് മീൻസ് ടോപ്പ് ലെഫ്റ്റിലുള്ള ട്രയാങ്കിൾ എവിടെ വരണം, ബോട്ടം ലെഫ്റ്റിൽ വരണം എന്ന് പറയുമ്പോൾ തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ, നോട്ട് ദ ഫസ്റ്റ് വൺ. സി ഓഫ് കോഴ്സ് വി ക്യാൻ സോൾവ് ദിസ് ഇൻ വാട്ട് ലെസ് ദാൻ 5 seconds, റൈറ്റ്? അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us move to the next one. Again, എന്താ സെക്കൻഡ് തേർഡിലോട്ട് ചേഞ്ച് നമ്മൾ എന്താണെന്ന് നോക്കാം, റൈറ്റ്? അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തേലോട്ട് പോകുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് ഇവിടെ ഉണ്ടായത്? അപ്പോൾ സി വി ക്യാൻ ടേക്ക് എനി എലമെന്റ് അഗെയിൻ. അപ്പോൾ ഞാനിവിടെ എഫ് എടുക്കുകയാണ്. സോ സെക്കൻഡ് ലെയറിലുള്ള ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള എഫ് ഇവിടെ ഫസ്റ്റ് ലെയറിൽ മീൻസ് സെക്കൻഡ് എലമെന്റ് ആയി. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കണം, സെയിം ചേഞ്ച് നമ്മൾ നോക്കണം. ഇവിടുത്തെ സെക്കൻഡ് ലെയറിലുള്ള ലാസ്റ്റ് പാർട്ട് എന്തായിരിക്കണം, ഫസ്റ്റ് ലെയറിൽ സെക്കൻഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് ലെയറിലെ സെക്കൻഡ് എലമെന്റ് ഹാർട്ട് ആയിട്ടുള്ള കേസ് ഏതാണ്, not this one, not this one. So again it can be 2 or it can be 3. ഇതിൽ രണ്ടിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ബട്ട് അഗെയിൻ നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം, ഓപ്ഷൻ നോക്കുക, ഡിഫറെന്റ് എലമെന്റ് എവിടെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് എക്സ് ആണ്, ഇവിടെ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ടി ആണ്. അപ്പോൾ സെക്കൻഡ് ലെയറിലുള്ള ഫസ്റ്റ് എലമെന്റിന്റെ ചേഞ്ച് ഏത് രീതിയിലാണ് നമുക്ക് നോക്കിയാൽ മതി. വെരി സിമ്പിൾ തിങ്. അപ്പോൾ എന്താ, സി ഇവിടുത്തെ ടി ബോട്ടം ലെയറിലുള്ള സെക്കൻഡ് എലമെന്റ് എവിടെ വരുന്നുണ്ട്, സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആവുന്നുണ്ട്, വിച്ച് മീൻസ് ബോട്ടം ലെയറിലുള്ള സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള എക്സ് ഹാസ് ടു കം വാട്ട്, യെസ്, സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് ആവണം എന്ന് പറയുമ്പോൾ നോട്ട് തേർഡ് വൺ, സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അഗെയിൻ സെയിം തിങ്. സെക്കൻഡ് നിന്ന് തേർഡിലോട്ടുള്ള ചേഞ്ച് എന്താണ്? സോ ഇവിടെ നമുക്ക് സെന്ററിലുള്ള സ്ക്വയർ ടോപ്പ് ലെഫ്റ്റിൽ വരുന്നുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചേഞ്ച് ആയിരിക്കണം, സെയിം ചേഞ്ച് ഓഫ് കോഴ്സ് ആയിരിക്കണം. സോ സെന്ററിലുള്ള സർക്കിൾ എവിടെ വരണം, ടോപ്പ് ലെഫ്റ്റിൽ വരണം. സോ നോട്ട് ദിസ് വൺ, നോട്ട് ദിസ് വൺ, നോട്ട് ദിസ് വൺ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അഗെയിൻ വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തിട്ട് യു ക്യാൻ വെരിഫൈ. ഐ പ്രോമിസ് ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ആൻഡ് അഗെയിൻ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രം പ്രീവിയസ് എക്സാംസ്. ഓക്കെ, റൈറ്റ്. എന്താണ് ചേഞ്ച്? സോ സെക്കൻഡ് നിന്ന് തേർഡിലോട്ടുള്ള ചേഞ്ച് എന്താണ്? സോ ഇവിടെ നോക്കുക, ഏറ്റവും തേർഡ് ലെയറിലുള്ള സെക്കൻഡ് എലമെന്റ് ആണ് ഇവിടെ എന്തായിട്ടുള്ളത്, ഫസ്റ്റ് ലെയറിൽ സെക്കൻഡ് ഓർ ജസ്റ്റ് ഒരൊറ്റ എലമെന്റേ ഉള്ളൂ. സോ ടോപ്പിലോട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ ഈ 6 എന്ത് ചെയ്യണം, ടോപ്പിലോട്ട് പോകണം, വിച്ച് മീൻസ് വി ക്യാൻ ഈസിലി ക്യാൻസൽ വാട്ട്, ഫസ്റ്റ് വൺ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ, റൈറ്റ്? ഇനി 2 ആണോ 3 ആണോ? സോ ഇതിൽ ഏത് ഓപ്ഷൻ, ഏത് എലമെന്റ് എടുക്കാം? ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് ടി ആണ്, ഇവിടെ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എസ് ആണ്. എന്ത് നോക്കണം? സി 6 അല്ലേ, തേർഡ് ലെയറിലുള്ള ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള 6 ഇവിടെ എങ്ങോട്ട് വന്നു, സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയി, വിച്ച് മീൻസ് വാട്ട്, തേർഡ് ലെയറിലുള്ള ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ടി എവിടെ വരണം, സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കണം, വിച്ച് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് വാട്ട്, നോട്ട് തേർഡ് വൺ, സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സോ ലെറ്റ് us have the last question for the day. നോക്കാം. അഗൈൻ സെക്കൻഡ് തേർഡിലോട്ടുള്ള ചേഞ്ച് എന്താണ്? സോ സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടുത്തെ ചേഞ്ച്?
again many elements we have, so ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, but I'm taking what this x. okay, so മൂന്നാമത്തെ എലമെന്റ് ഫസ്റ്റ് ലെയറിൽ മൂന്നാമത്തെ x എന്താവുന്നുണ്ട്, ഫസ്റ്റ് ലെയറിൽ രണ്ടാമതായി മാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് സെയിം ചേഞ്ച് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലെയറിലുള്ള മൂന്നാമത്തെ x ഇവിടെ എന്ത് വരണം, ഐ മീൻ രണ്ടാമത് വരണം. സോ രണ്ടാമത് x ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുക, നോട്ട് ഫോർത്ത് വൺ, അഗൈൻ നോട്ട് സെക്കൻഡ് വൺ. സോ ഒന്നാവാം ആൻഡ് വാട്ട് മൂന്നാവാം. ഇനി അതിൽ ഏത് എലമെന്റ് വേണമെങ്കിലും എടുക്കാം. സി ഫസ്റ്റ് എലമെന്റിന് എടുത്താലോ, ഇവിടെ O ആണ്, ഇവിടെ എന്താ S ആണ്. സോ ഫസ്റ്റ് എലമെന്റ് ഏത് രീതിയിൽ വന്നു നോക്കാം. അപ്പൊ നോക്കാം, ഫസ്റ്റ് ലെയറിലുള്ള സെക്കൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഇവിടെ എന്തായിരുന്നുണ്ട്, ഫസ്റ്റ് ലെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയി, വിച്ച് ക്ലിയർലി മീൻസ് വാട്ട്, നമ്മൾ നോക്കേണ്ട എന്താ, ഫസ്റ്റ് ലെയറിലുള്ള സെക്കൻഡ് ആയിട്ടുള്ള S എവിടെ വരണം, ഫസ്റ്റ് വരണം, റൈറ്റ്? ആൻഡ് വിച്ച് മീൻസ് വാട്ട്, നോട്ട് ഫസ്റ്റ് വൺ, തേർഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദിസ് കേസ്. സോ നോക്കിയില്ലേ എത്ര പെട്ടെന്ന് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പാണ്, അതായത് 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അഞ്ചാമത്തെ ഫിഗർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കിടിലൻ കോണ്ടന്റുമായിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.